പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോഴും ദുരിതമൊഴിയാതെ സംസ്ഥാനത്തെ ലോട്ടറി തൊഴിലാളികൾ. ക്ഷേമ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിച്ചിട്ട് മാസങ്ങളായി. ഓണത്തിനെങ്കിലും സർക്കാർ കനിയുമെന്ന പ്രതീക്ഷയിലാണ് ആയിരക്കണക്കിന് തൊഴിലാളികൾ. ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. കിട്ടാനുള്ളത് 9 മാസത്തെ ക്ഷേമ പെൻഷൻ. മറ്റ് ആനുകൂല്യങ്ങളുടെ അവസ്ഥയും ഇതുതന്നെ. ലോട്ടറി വിറ്റ് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ജീവിതം തള്ളി നീക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ ദയനീയമാണിപ്പോൾ. 80 മാസമായി ബോണസ് പെൻഷൻ കൊടുക്കുന്നില്ല. അതുപോലെ ബോണസ് 8 വർഷമായിട്ട് എല്ലാ ഗവൺമെൻറ്റും മാറി മറിഞ്ഞ് വരുമ്പോൾ എല്ലാ വർഷവും 500 രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വർധനം പോലും 8 വർഷമായിട്ട് ഇടതുപക്ഷ ഗവൺമെൻറ് തൊഴിലാളി വർഗത്തിൻ്റെ ഗവൺമെൻറ് അധികാരി വന്നതിന് ശേഷം ഇതുവരെ കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ കൊടുക്കുന്ന സാഹചര്യമില്ല. ബാലഗോപാലനുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ പറഞ്ഞ് സാമ്പത്തിക പ്രതിസന്ധിയാണ്, അത് ഒരു കാരണവശാലും നൽകി എങ്ങനെ നമുക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഇത് എന്ത് കൊണ്ടാണ് ഈ തൊഴിലാളികളെ ഈ രീതിയിൽ കാണുന്ന അവതാര്യമാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പെൻഷൻ അത് അവതാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അവതാര്യമല്ല, മറ്റുള്ളവർക്ക് അവതാര്യമാണ്. ആ തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഈ രീതിയിലുള്ള സാഹചര്യമാണ് ഇന്നിപ്പോൾ ഗവൺമെൻറ് എടുക്കുന്നത്. ചെറിയ തുകയാണെങ്കിലും പെൻഷൻ വലിയ ആശ്വാസമായിരുന്നു. സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണെന്ന ധനമന്ത്രിയുടെ അടക്കം തുറന്നുപറച്ചിൽ ഇവരുടെ ആദി കൂട്ടുകയാണ്. എങ്കിലും ആശ്വാസമായി കുറച്ചു മാസത്തെ തുകയെങ്കിലും അനുവദിക്കുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയിലുമാണിവർ. ജനം, കോഴിക്കോട്.